ഹായ് ഹലോ നമസ്കാരം. കാർലിങ്ങിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് നമ്മുടെ തന്നെ ബ്രാഞ്ചായ മലയങ്കീഴ് പൊട്ടങ്കാവിലുള്ള ട്രസ്റ്റ് ചോയ്സ് എന്ന ഷോറൂമിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനങ്ങൾ, ഇവിടെ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കും. ഒരു സിംഗിൾ വാഹനമായിട്ടല്ല, മുഴുവൻ വാഹനങ്ങളും ഒന്ന് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയില്ല. വാഹനത്തിന്റെ മോഡലും കിലോമീറ്ററും വിലയും മാത്രമായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം കാണിക്കാൻ പോകുന്നത് 2004 മോഡൽ ഇൻഡിക്കയാണ്. ഇൻഡിക്ക ഡീസലാണ്, AC പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനമാണ്. ഏകദേശം 90,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. അത്യാവശ്യം കണ്ടീഷനുള്ള വാഹനമാണ്, പേപ്പറെല്ലാം കറണ്ടാണ്. ഈ വാഹനത്തിന്റെ പ്രൈസ് 45,000 രൂപയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വാഹനം പരിചയപ്പെടാം. ഇങ്ങനെ സ്പീഡിൽ കാണിച്ചാൽ മാത്രമേ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എല്ലാ വാഹനങ്ങളും കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അടുത്തത് 2012 മോഡൽ ZDI വേരിയന്റിൽ വരുന്ന ഫുൾ ഓപ്ഷൻ ഡീസൽ എർട്ടിഗയാണ്. ഇത് നിലവിൽ തേർഡ് ഓണർഷിപ്പിലുള്ള വാഹനം. 1 ലക്ഷം കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ഒരു 4 ലക്ഷം രൂപ ബഡ്ജറ്റിന് ഈ വാഹനം കൊടുക്കാം. അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം 2012 മോഡൽ ഇന്നോവയാണ്. ഇന്നോവ ഒറിജിനൽ കേരളയാണ്. 4ാമത്തെ ഓണർഷിപ്പിലാണ് ഉള്ളത്. 3 ലക്ഷം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 7,90,000 രൂപ കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടൈപ്പ് 4 ആയി കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്ന വാഹനം 2011 മോഡൽ ടാറ്റ നാനോ AC വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം. 90,000 കിലോമീറ്റർ അടുപ്പിച്ച് റൺ ചെയ്തിട്ടുണ്ട്. ടയറെല്ലാം നീറ്റാണ്. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 65,000 രൂപയാണ്. അപ്പോൾ അതുപോലെ അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം 2008 മോഡൽ ഒറിജിനൽ കേരള ഇന്നോവയാണ്. 2,17,000 കിലോമീറ്റർ ഓടിയ ഇന്നോവയാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ടയറെല്ലാം പുതിയതാണ്. നല്ല നീറ്റ് കണ്ടീഷനിലുള്ള 8 സീറ്റർ വാഹനമാണ്. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 4,75,000 രൂപയാണ്. ഈ വാഹനത്തിനൊക്കെ നമുക്ക് ശ്രീറാം പോലുള്ള ഫിനാൻസുകളിൽ ഫൈനാൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2008 മോഡൽ ഒറിജിനൽ കേരള വാഹനം. അടുത്ത് ഇയോൺ പരിചയപ്പെടാം. ഇയോൺ 2016 മോഡലുണ്ട്. 2016 മോഡൽ 50,000 കിലോമീറ്ററിനകത്ത് റൺ ചെയ്ത വാഹനമാണ്. ഇത് 2,55,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോയെല്ലാം വരുന്ന അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വാഹനം 2011 മോഡൽ വാഗനാർ VXi ആണ്. വാഗനാർ VXi 52,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറെല്ലാം കണ്ടീഷനാണ്. ഇന്റീരിയർ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 2,50,000 രൂപ. ഈ വാഹനത്തിനൊക്കെ ഫിനാൻസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. 2011 മോഡലുള്ള എല്ലാ വാഹനത്തിനും നമുക്ക് മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റിറ്റ്സ് ആണ്. റിറ്റ്സ് 2012 മോഡൽ ZXi വാഹനമാണ്. അത്യാവശ്യം കണ്ടീഷനുള്ള വാഹനമാണ്. തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഈ വാഹനം 76,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 2,80,000 രൂപ. അപ്പോൾ അടുത്ത് നമുക്ക് പരിചയപ്പെടുന്നത് വെർണ 2014 മോഡൽ ഫ്ലൂയിഡിക് വെർണയാണ്. ഡീസൽ വേരിയന്റാണ്. തേർഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ 1,16,000 കിലോമീറ്റർ. 4,25,000 ബഡ്ജറ്റാണ്. അത്യാവശ്യം അലൈവിലൊക്കെ നല്ല കളറൊക്കെ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ക്ലൈമട്രോണിക് AC കാര്യങ്ങളെല്ലാം വരുന്ന SX ഓപ്ഷനുള്ള ഒരു വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിന് നമുക്ക് ഒരു 3.5 ലക്ഷം രൂപ വരെ ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത് ഡിസയർ ആണ്. ഡിസയർ 2010 മോഡൽ VXi വാഹനമാണ്. സെക്കൻഡ് ഓണർ. 80,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസിലിരിക്കുന്ന വാഹനമാണ്. ഇതൊരു 2,25,000 ബഡ്ജറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണിത്. അടുത്തൊരു മീഡിയം റേഞ്ചിലെ വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ 2012 ഓൾട്ടോ 1,65,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയുണ്ട്. പിന്നെ ഉള്ളത് 2016 മോഡൽ ഓൾട്ടോ 800 ആണ്. ഓൾട്ടോ 800 40,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഇത് വേറെ 25,000 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. വണ്ടി 2.5 ലക്ഷം രൂപയുള്ള വില. 25,000 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഒരു 6,000 രൂപ EMI വരത്തുള്ളൂ. കുറഞ്ഞ ബഡ്ജറ്റാണ്. അടുത്ത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ ഡിസയർ ഉണ്ട്. ഡിസയർ ആണെങ്കിൽ 3,65,000 രൂപ കൊടുക്കാം. ഈ വാഹനത്തിന് ഒരു 50-60 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി. അടുത്തത് എത്തിയോസിന്റെ ലിവയാണ്. ഒരുപാട് പേര് നോക്കി നടക്കുന്ന വാഹനമാണ് എത്തിയോസ് ലിവ. അതും ഡീസൽ. തിരുവനന്തപുരം വണ്ടിയാണ്. നിലവിൽ 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഈ വാഹനത്തിന് 3.5 ലക്ഷം രൂപ ബഡ്ജറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഫിനാൻസും അറേഞ്ച് കൊടുക്കാം. അടുത്ത് ഹോണ്ട സിറ്റി ഉണ്ട്. ഹോണ്ട സിറ്റി ഡീസൽ 2014 മോഡൽ സെക്കൻഡ് ഓണർ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. ഒരു 4-4 ലക്ഷം രൂപ ഫിനാൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കണ്ടീഷനുള്ള വാഹനമാണ്. പിന്നെ ഉള്ളത് 2013 മോഡൽ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് VDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടി. അലോയിലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് 3.5 ചോദിക്കുന്നത്. ഒരു 3.30 കൊടുക്കാം. ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ബ്രസ ഉണ്ട്. ബ്രസ 2020 ZXi പ്ലസ് ഡ്യുവൽ ടോൺ കളറിൽ വരുന്ന വാഹനമാണ്. 8.5 ലക്ഷം രൂപ ബഡ്ജറ്റിനാണ് ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഏകദേശം ഈ വാഹനത്തിന്റെ പുതിയത് ഇറങ്ങുകയാണെങ്കിൽ 15 ലക്ഷം രൂപയ്ക്കകത്ത് ഇപ്പോൾ വിലയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 8.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. 8 ലക്ഷം രൂപ വേണമെങ്കിലും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളത് വാഗനാറാണ്. വാഗനാറിന്റെ VXi ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 3,25,000 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്കകത്ത് ലോൺ അറേഞ്ച് കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുപോകാം. ഇവിടെ ഏകദേശം ഒരു 20ഓളം ബഡ്ജറ്റ് കാറുകളുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കളക്ഷനാണ് ഈ സൈഡ് കാണുന്നത്.
ഇത് 2012 മോഡല് സ്പാർക്ക്, അതുപോലെ 2006 മോഡല് ഓൾട്ടോ LXi, അതുപോലെ 2005 മോഡല് സാൻഡ്രോ, 2010 മോഡല് i20, 2009 മോഡല് i10. ഇതെല്ലാം 1.5-1.5 ആ ബഡ്ജറ്റിലൊക്കെ വരുന്ന വാഹനങ്ങളാണ്. ഒന്നിൽ താഴെ വരുന്ന വാഹനങ്ങളുണ്ട്. സ്പാർക്കൊക്കെ 90 രൂപയ്ക്കൊക്കെ കൊടുക്കാം. അതുപോലെ കുറച്ചധികം ബഡ്ജറ്റ് വാഹനങ്ങളോട് നമുക്ക് പരിചയപ്പെടാം. അടുത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമാണിത്. 2011 മോഡല് 12 രജിസ്ട്രേഷൻ ചെയ്യുന്ന ഫിഗോ ആണ്. ഫിഗോ ഡീസൽ വേരിയന്റിൽ വരുന്ന നീറ്റ് നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. ഡീസൽ വേരിയന്റിൽ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന വാഹനം. സെക്കൻഡ് ഓണറാണ്. നമുക്ക് ഈ വാഹനം ഒരു 1,20,000 രൂപ ബഡ്ജറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. 90,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അടുത്ത് ഈ റേഞ്ചിലും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങളുണ്ട്. അത് ഓൾട്ടോ ഉണ്ട്. 2011 മോഡലാണ്. 11 മോഡൽ ഓൾട്ടോ LXi ഉണ്ട്. 1.5 ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ളതാണ്. 2007 മോഡൽ സെന്നസ്റ്റിലുണ്ട്. വെറും 85,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2009 മോഡൽ i10 ഉണ്ട്. 1,50,000 രൂപയ്ക്ക് പുതിയ ഫിറ്റ്നസ് ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ 2008 ഉണ്ട്. 1,35,000 രൂപ കൊടുക്കുന്ന i10 ആണ്. ഇനി ബാക്കിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. 2010 മോഡൽ i10 കിടപ്പുണ്ട്. ഇതാണെങ്കിലും 1,55,000 രൂപ കൊടുക്കാം. ഇതെല്ലാം നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ്. അടുത്തുള്ളത് 2010 മോഡൽ ലോഗൻ കിടപ്പുണ്ട്. 1,10,000 രൂപ കൊടുക്കാം. അവിയോ ഉണ്ട്. അതുപോലെ തന്നെ ഡിസയർ ഡീസൽ കിടപ്പുണ്ട്. പിന്നെ ഒമിനി നോക്കുന്നവർക്കായിട്ട് 2017 മോഡൽ ഒമിനി ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒമിനിയാണ്. 2,40,000 രൂപ കൊടുക്കാം. 2,25,000 വരെ ലോണും ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഒരു ഒമിനി നമ്മളെ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് 2012 മോഡൽ പോളോ പെട്രോള് കംഫർട്ട് ലൈനാണ് വണ്ടി. നല്ല നീറ്റ് വണ്ടി. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 2,75,000 രൂപ ബഡ്ജറ്റിന് കൊടുക്കാം. മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഓൾട്ടോയാണ്. ഓൾട്ടോ ഇത് 2011 മോഡൽ ഓൾട്ടോ LXi ആണ്. 1,60,000 രൂപ കൊടുക്കാം. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് വണ്ടിയാണ്. 4 ടയർ പുതിയ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പൊ അടുത്ത് ഇന്നോവയാണ്. കുറഞ്ഞ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഇന്നോവ. 2007 മോഡൽ 2028 വരെ പേപ്പറുണ്ട്. തേർഡ് ഓണർഷിപ്പാണ്. റീപ്ലേസ്മെന്റ് ഇല്ല. ഒറിജിനൽ കേരള വണ്ടി. 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3,60,000 രൂപ കൊടുക്കാം. നല്ല വണ്ടിയാണ്. അടുത്ത് ബൊലേറോയാണ്. ബൊലേറോ 2010 മോഡലാണ്. 3 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. ഡീസൽ വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നീറ്റ് വണ്ടി. 1.17 ഓടിയിട്ടുണ്ട്. ബോഡി എല്ലാം കൊള്ളാം. DI എഞ്ചിനാണ് ഒറിജിനൽ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. അടുത്തൊരു ബൊലേറോയും കൂടെ ഉണ്ട്. 2012 മോഡൽ. ഇത് 4.5 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അടുത്ത് മഹേന്ദ്രയുടെ തന്നെ ഏറ്റവും ചെറിയ 7 സീറ്റ് കിടപ്പുണ്ട്. ക്വാണ്ടോ. ഇത് 2017 മോഡൽ വണ്ടിയാണ്. 17 മോഡൽ വണ്ടി 3 ലക്ഷം രൂപ ബഡ്ജറ്റ് കൊടുക്കാം. മോഡൽ കൂടിയ വണ്ടി, കിലോമീറ്റർ കുറഞ്ഞ ഡീസൽ 7 സീറ്റർ നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷനാണ് ക്വാണ്ടോ. അതുപോലെ തന്നെ സ്കോർപിയോ കിടപ്പുണ്ട്. സ്കോർപിയോ കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്കോർപിയോ ആണ്. ഇത് 2003 വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 28 വരെ എല്ലാം പേപ്പർ ക്ലിയർ ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. ഈ വാഹനം നമുക്കൊരു 1,65,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രൈസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സാൻഡ്രോ കിടപ്പുണ്ട്. സാൻഡ്രോ 2007 മോഡലാണ്. 1,20,000 രൂപ പ്രതീക്ഷിക്കുന്നു. 1.10 റേഞ്ചിലൊക്കെ വന്നാൽ കൊടുക്കാം. പേപ്പറെല്ലാം കാരണമാണ്. 28 വരെ പേപ്പറെല്ലാം ഉള്ള വണ്ടിയാണ്. പിന്നെ ഒരു സ്കോഡ കിടപ്പുണ്ട്. സ്കോഡ ഒക്ടാവിയ. ഇത് 1,25,000 രൂപ കൊടുക്കാൻ പറ്റിയ സ്കോഡയാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നത് ഇത് ഓൾട്ടോ കേട്ടനാണ്. 2012 മോഡൽ LXi വണ്ടിയാണ്. 1.85 കൊടുക്കാം. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമ്മുടെ ട്രസ്റ്റ് ചോയ്സിലുള്ളത്. ഏകദേശം 40 പുറത്ത് വാഹനങ്ങൾ നമ്മുടെ ട്രസ്റ്റ് ചോയ്സിൽ അവൈലബിൾ ആണ്. 2011 ശേഷമുള്ള വാഹനങ്ങൾക്ക് നമുക്ക് ലോൺ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ ഈ വാഹനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പർ ഞാൻ താഴെയും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.